സിനിമാ നടനായിട്ടുള്ള മാധവൻ പറഞ്ഞൊരു കാര്യം കേട്ടു നോക്കി. And I only ate food that was good for my body. No exercise, no running, no surgery, no medication, nothing. This was me while I was directing the film. And after 21 days, this was me. ഇപ്പം എന്താണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്? നമ്മുടെ ശരീരത്തിൽ പല ആഹാരങ്ങൾ കഴിക്കുമ്പോഴും ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നുണ്ട്, അതായത് നീർക്കെട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കാരണം പല അസുഖങ്ങളും പല ശരീരവേദനയും പല ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്? ഒന്നെന്ന് പറഞ്ഞാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ. എല്ലാ മീനുകളും കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആണ്. നട്ട്സ്, സീഡ്സ്, ഇതിലെല്ലാം ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്രഷ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒരു ഡയറ്റാണ്. ധാരാളം വെള്ളം കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്, നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്രീൻ ടീ ധാരാളം കുടിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് വളരെയധികം നല്ലതാണ്. ഇനി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണ്? മൈദ അടങ്ങിയ ആഹാരങ്ങൾ, പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ ഈ ജങ്ക് ഫുഡ്സ്, നമ്മുടെ പിസ്സ, ബർഗർ പോലുള്ള സാധനങ്ങൾ, ബേക്കറി ഐറ്റംസുകൾ, ഇതിലെല്ലാത്തിനും കൃത്യമായിട്ടുള്ള സാധനങ്ങളായിട്ടുണ്ട്. ഈ പാക്കറ്റ് ഫുഡ്സിലും എല്ലാം ധാരാളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങളും അതുപോലെ തന്നെ നമ്മൾ റെഡ് മീറ്റുകളും മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ഈ 5 കാര്യങ്ങൾ കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും. And I only ate food that was good for my body. No exercise, no running, no surgery, no medication, nothing.